നമ്മളുടെ സബ്സ്ക്രൈബറിന്റെ ഡൗട്ടാണ് പേ ഔട്ട് സെക്ഷനിൽ വിഡ്രോ ഓപ്ഷൻ ഏതാണ് കൊടുക്കേണ്ടത്. നമുക്ക് 3 ടൈപ്പിൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വയർ ട്രാൻസ്ഫർ, പിന്നൊന്ന് ബാങ്ക് ട്രാൻസ്ഫർ, പിന്നൊന്ന് പേപ്പാൽ. അപ്പോൾ വയർ ട്രാൻസ്ഫർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം $100 മന്ത്ലി ആവണം. $100 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയർ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് മന്ത്ലി $99 ആയാൽ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. അത് $100 ഫുള്ളായിട്ട് തികയണം. ഇനി $99 ആണെങ്കിൽ അടുത്ത മാസത്തേക്ക് അത് ഹോൾഡായിട്ട് ഉണ്ടാവും. അതിൽ അടുത്ത മാസത്തേക്കും കൂടിയിട്ട് പിന്നെ ജോയിൻ ആയിട്ട് $100 കഴിഞ്ഞാലേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ എല്ലാ മാസവും നമുക്ക് മാർച്ച് മാസത്തെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് ഏപ്രിൽ 21, 22, 25 ഉള്ളിലുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ. പിന്നൊന്ന് ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ $25 ആയാൽ തന്നെ നമുക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. $24 ആയാൽ പോലും നമുക്ക് ലഭിക്കില്ല. പിന്നെ $25 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും മാർച്ച് മാസത്തെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 21, 25 ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഈ ബാങ്ക് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ എല്ലാവർക്കും $100 ആവണമെന്നില്ല. അങ്ങനെയുള്ളവരാണ് ഈ $25 ബാങ്ക് ട്രാൻസ്ഫറിൽ കൊടുക്കേണ്ടത്. പിന്നെ ഒന്ന് പേപ്പാൽ അക്കൗണ്ട് ആക്കിയവർ അതിൻ്റെ ലിങ്ക് ഇതിൽ ആഡ് ആക്കി കൊടുക്കേണ്ടതാണ്. ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മന്ത്ലി എത്രയാണ് എമൗണ്ട് ഉള്ളത് ആ എമൗണ്ട്, പിന്നെ മാർച്ചിലെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ വരും. ഏപ്രിലെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മെയ് മാസത്തിൽ പേയ്മെൻറ്റ് പേ ഔട്ട് ആവുന്ന ടൈമിന്, അതായത് 21, 25 ഉള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.